ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവരും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പേര് ആദർശ്. ഞാനായിരിക്കും ഇനി നിങ്ങളുടെ ബോട്ടണി ക്ലാസ്സസ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബോട്ടണിയിലെ ആദ്യത്തെ ചാപ്റ്റർ എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ലെസണിലേക്ക് തന്നെ ഡയറക്റ്റ് പോവാം. ആദ്യത്തെ ചാപ്റ്റർ ആണ് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ്. ജീവജാലങ്ങളിലെ പ്രത്യുൽപാദനം എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കുന്നത്. ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ബേസിക് ചാപ്റ്റർ ആണ്. അതിനകത്ത് നമ്മൾ ജനറൽ ആയിട്ടൊരു ഐഡിയ ആണ് അതിനകത്ത് കൊടുക്കുന്നത്. ലോവർ ഓർഗാനിസംസ് മുതൽ ഹയർ ഓർഗാനിസംസ് വരെ എങ്ങനെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിന്റെ പുതിയ തലമുറ ഉത്പാദിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. എന്താണ് റീപ്രൊഡക്ഷൻ? Is a biological process by which organisms give birth to their young ones or offsprings similar to them. ഒരു പാരന്റ് ബോഡിയിൽ നിന്ന് അതിൻ്റെതായിട്ടുള്ള ഒരു പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന ബയോളജിക്കൽ പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. റീപ്രൊഡക്ഷൻ പലതരത്തിലുണ്ട്. ഓർഗാനിസംസ് വേരി ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഓർഗാനിസത്തിന്റെ കോംപ്ലക്സിറ്റി മാറുന്നതനുസരിച്ച് റീപ്രൊഡക്ഷൻ തന്നെ പലതരത്തിലുണ്ട്. അപ്പോൾ ഞാൻ ഈ ഫിഗറിൽ കാണിച്ചത് ഈ ഒരു ജിപ്പിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പ്ലാന്റ്സിന്റെ റീപ്രൊഡക്ഷനും ഒരു ബേർഡ് എഗ് ഹാച്ച് ചെയ്ത് പുറത്തേക്ക് വരുന്നതുമാണ്. അപ്പോൾ നമുക്കിനി വിശദമായിട്ട് തന്നെ പഠിക്കാം എങ്ങനെയാണ് ഓരോ ജീവജാലത്തിലും അതിന്റെ പ്രത്യുൽപാദനം നടക്കുന്നത് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. പ്രത്യുൽപാദനം എന്താണെന്ന് പഠിക്കുന്നതിന് മുന്നേ നമുക്കറിയേണ്ട മറ്റൊരു ടേമാണ് ലൈഫ് സ്പാൻ. ഒരു ജീവജാലം ഭൂമിയിൽ ചെലവഴിക്കുന്ന സമയത്തെയാണ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അതിന്റെ ജനനം മുതൽ മരണം വരെയുള്ള ആ ഒരു ടൈം ഇന്റർവെല്ലിനെയാണ് നമ്മൾ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ഒരു ജീവി ഭൂമിയിൽ ജനിക്കുന്നു, അതിന്റെ നാച്ചുറൽ ഡെത്ത് വരെ അത് ഭൂമിയിൽ സ്പെൻഡ് ചെയ്യുന്നു. ആ ഒരു സമയത്തെയാണ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ആദ്യത്തെ ഞാൻ മുകളിൽ കാണിച്ചിരിക്കുന്ന ഒരു ജിഫിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിക്കുന്നു, അവന്റെ വളർച്ചയെ കാണിക്കുന്നു, അവൻ മെച്യൂരിറ്റിയിലേക്ക് എത്തുന്നു, പുതിയൊരു തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്നു, ദെൻ മരണത്തിലേക്ക് പോകും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ മെച്യൂരിറ്റി എത്തിയ ഒരു ഓർഗാനിസം അതിന്റെ പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന ബയോളജിക്കൽ പ്രോസസ്സിനെയാണ് നമ്മൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓരോ ജീവജാലവും നമ്മുടെ ഭൂമിയിൽ സ്പെൻഡ് ചെയ്യുന്നത് പല ഡിഫറെന്റ് ടൈം സ്പാൻ ആണ്. അപ്പോൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഹൗസ് ഫ്ലൈ, ഈച്ച 17 ദിവസമാണ് ഭൂമിയിൽ അതിന്റെ ആയുസ് എന്ന് പറയുന്നത്. കാർപ്പ് എന്ന് പറയുന്ന ഫിഷിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ജീവജാലം ഭൂമിയിൽ ചെലവഴിക്കുന്നത് 19 വർഷമാണ്. എലിഫന്റ് 70 വർഷമാണ് ജീവിത ചക്രം എന്ന് പറയുന്നത്. മനുഷ്യർ, ഹ്യൂമൻ ബീയിങ്സ് 120 ഇയേഴ്സ് ആണ് ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ജീവജാലത്തിനും അതിൻ്റെതായ കാലചക്രങ്ങൾ അല്ലെങ്കിൽ ലൈഫ് സ്പാൻ നമ്മുടെ ഭൂമിയിലുണ്ട്. നിമിഷങ്ങൾ മാത്രം ജീവിച്ചിരിക്കുന്ന മൈന്യൂട്ട് ഓർഗാനിസംസ് മുതൽ 120 വർഷവും 70 വർഷമൊക്കെ ജീവിച്ചിരിക്കുന്ന വലിയ വലിയ ഓർഗാനിസംസ് വരെ നമ്മുടെ ഭൂമിയിലുണ്ട്. അപ്പോൾ ഇതാണ് ലൈഫ് സ്പാൻ. പീരീഡ് ഫ്രം ബർത്ത് ടു നാച്ചുറൽ ഡെത്ത് ഓഫ് ആൻ ഓർഗാനിസം ഈസ് ടേംഡ് ആസ് ലൈഫ് സ്പാൻ. ലൈഫ് സ്പാനെ പറ്റി നമ്മൾ പഠിച്ചു. എന്താണ് ലൈഫ് സ്പാൻ നമ്മൾ നോക്കി. അതിനകത്ത് ഞാൻ പറഞ്ഞു ഒരു ഓർഗാനിസം മെച്യൂരിറ്റി എത്തുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? പുതിയൊരു തലമുറയെ ഉൽപ്പാദിപ്പിക്കാൻ പ്രാപ്തരാകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള റീപ്രൊഡക്ഷൻ, ആ റീപ്രൊഡക്ഷനെ പ്രധാനമായിട്ടും 2 രീതിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സെക്ഷുവൽ റീപ്രൊഡക്ഷനും അസെക്ഷുവൽ റീപ്രൊഡക്ഷനും. ഗമീറ്റ്സിന്റെ ഇൻവോൾവ്മെന്റോടുകൂടി ഒരു പാരന്റ് ബോഡിയും ഒരു മെയിൽ പാരന്റും ഒരു ഫീമെയിൽ പാരന്റിന്റെയും സഹായത്തോടു കൂടി ഒരു പുതിയ തലമുറ ഉൽപ്പാദിപ്പിക്കുന്നു എങ്കിൽ അതിനെ നമ്മൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയും. എന്നാൽ ഒരു സിംഗിൾ പാരന്റിൽ നിന്നും പുതിയൊരു തലമുറ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോസസ്സാണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അവിടെ മെയിൽ പാരന്റ് എന്നോ ഫീമെയിൽ പാരന്റ് എന്നോ വേർതിരിവൊന്നുമില്ല. ഒരു പാരന്റ് ബോഡിയിൽ നിന്ന് തന്നെയായിരിക്കും അടുത്ത തലമുറ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പൊ അതിനെയാണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷുവൽ റീപ്രൊഡക്ഷനകത്ത് പറഞ്ഞു ഒരു മെയിൽ പാരന്റും ഉണ്ട്, ഒരു ഫീമെയിൽ പാരന്റും ഉണ്ട്. അപ്പോൾ മെയിൽ പാരന്റിന്റെ 50% ജീനും ഫീമെയിൽ പാരന്റിന്റെ 50% ജീനും ചേർന്നിട്ടാണ് പുതിയൊരു തലമുറ അല്ലെങ്കിൽ പുതിയൊരു ഓഫ്സ്പ്രിങ് അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് പാരന്റിന് ഐഡന്റിക്കൽ ആകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പാരന്റിനോട് ജനറ്റിക്കലി സാമ്യത കാണും, പക്ഷെ മോർഫോളജിക്കലി സാമ്യത കാണണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. ചിലപ്പോൾ മെയിൽ പാരന്റിന്റെ ക്യാരക്ടേഴ്സ് ആയിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്, ചിലപ്പോൾ ഫീമെയിൽ പാരന്റിന്റെ ക്യാരക്ടേഴ്സ് ആയിരിക്കും ആ കുഞ്ഞിൽ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത്. എന്നാൽ അസെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ പ്രത്യേകത നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 100% പാരന്റിന്റെ അതേ കോപ്പി തന്നെയായിരിക്കും ആ ഓഫ്സ്പ്രിങ്ങിന്.
ക്ലോൺസ് എന്നാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അതേ കോപ്പി, അതായത് പാരന്റ് എങ്ങനെയാണോ അതേ സ്വഭാവ സവിശേഷതകൾ തന്നെയായിരിക്കും ജനറ്റിക്കലി ആൻഡ് മോർഫോളജിക്കലി ആ ഉണ്ടാകുന്ന പുതിയ തലമുറയ്ക്ക് എന്ന് പറയും. ഒരു കാര്യം കൂടെ അവിടെ ഓർമ്മിക്കേണ്ടത്, അവിടെ യാതൊരു തരത്തിലുള്ള ഗമീറ്റ്സിന്റെയോ ഫോർമേഷനോ അല്ലെങ്കിൽ സഹായമോ അവിടെ ഇല്ല. നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് കൂടുതലായിട്ടും പഠിക്കാൻ പോകുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷനെ പറ്റിയാണ്. ഈ ഒരു ക്ലാസ്സിലും നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷനെ പറ്റിയായിരിക്കും കൂടുതൽ സംസാരിക്കുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ പാർട്ട് അടുത്ത ക്ലാസ്സിലായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ? When an offspring is produced by a single parent with or without the involvement of gamete formation. ഗമീറ്റ്സ് ഉണ്ടാകാം, പക്ഷെ ഗമീറ്റിന്റെ സഹായം ഇല്ലാതെ പുതിയൊരു തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ്, അല്ലെങ്കിൽ സിംഗിൾ പാരന്റിൽ നിന്നും പുതിയൊരു തലമുറ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരു സ്റ്റാർ ഫിഷിനെ കാണാം. ആ സ്റ്റാർ ഫിഷിന്റെ തുടക്കത്തിൽ ആ സ്റ്റാർ ഫിഷിന്റെ ഒരു ആം വേർതിരിഞ്ഞ് പോവുകയാണ്. അതിൽ നിന്ന് ആ ആമിൽ നിന്നും പുതിയൊരു സ്റ്റാർ ഫിഷ് ഉണ്ടാകുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? സ്റ്റാർ ഫിഷിന്റെ പാരന്റ് സ്റ്റാർ ഫിഷ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് അവിടുത്തെ ഓഫ്സ്പ്രിംഗ് സ്റ്റാർ ഫിഷും. ഒരേ ക്യാരക്ടറാണ്. അപ്പോൾ ഇതൊരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ എക്സാമ്പിൾ ആണ്. നമ്മൾ ഇനി വഴിയെ പഠിക്കുന്നത് എന്താണ് അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ സംഭവിക്കുന്നത്. മൈറ്റോസിസ് എന്ന് പറയുന്ന ഡിവിഷനാണ്. മൈറ്റോസിസിനെ പറ്റി മിയോസിസിനെ പറ്റിയും എല്ലാം നമ്മൾ +1 വിശദമായിട്ട് പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടുത്തെ പ്രത്യേകത, അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ നിന്ന് ഉണ്ടാകുന്ന പുതിയ തലമുറ ആർ എക്സാക്ട് കോപ്പീസ് ഓഫ് പാരന്റ്സ്. പാരന്റ്സിന്റെ എക്സാക്ട് കോപ്പീസ് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഓഫ്സ്പ്രിങ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലോൺ. ക്ലോണുകൾ എന്ന് പറഞ്ഞാൽ മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി സിമിലർ ഇൻഡിവിജ്വൽസ് പ്രൊഡ്യൂസ്ഡ് ബൈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഫലമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഓഫ്സ്പ്രിങ്സ് അവരുടെ പ്രത്യേകത മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി ഐഡന്റിക്കൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലോൺ. സോ ക്ലോൺസ് ആർ മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി സിമിലർ ഇൻഡിവിജ്വൽസ് പ്രൊഡ്യൂസ്ഡ് ബൈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷനാണ് ഈ ക്ലോൺ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ അധികം ഡെവലപ്ഡ് അല്ലാതുള്ള അനിമൽസിലോ പ്ലാന്റ്സിലോ ഒക്കെ കാണപ്പെടുന്ന റീപ്രൊഡക്ഷൻ രീതിയാണ് ഈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിനി വിശദമായിട്ട് ഓരോ മെത്തേഡും എന്താണെന്ന് നമുക്ക് നോക്കാം. അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ തന്നെ പലതരത്തിലുള്ള അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഏറ്റവും ലോവർ ആയിട്ടുള്ള ഓർഗാനിസംസ് എന്ന് നമ്മൾ കരുതപ്പെടുന്ന കിങ്ഡം മൊണീറ ആൻഡ് കിങ്ഡം പ്രോട്ടിസ്റ്റ. ഈ രണ്ട് കിങ്ഡത്തിലും എങ്ങനെയാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മൊണീറ ആൻഡ് പ്രോട്ടിസ്റ്റ നമ്മൾ നോക്കുകയാണെങ്കിൽ സിംഗിൾ സെൽ ഓർഗാനിസംസ് ആണ് അതിനകത്ത് കൂടുതലും വരുന്നത്. മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് എന്താണ്? സിംഗിൾ സെൽ ഓർഗാനിസംസ് ആണ്. അപ്പൊ അതിനകത്ത് എങ്ങനെയാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡ് ഇൻ സിംഗിൾ സെൽ ഓർഗാനിസം ആർ ടേംഡ് ആസ് ബൈനറി ഫിഷൻ. ഒരു പാരന്റ് സെല്ല് രണ്ട് ഐഡന്റിക്കൽ ഡോട്ടർ സെൽസ് ആയിട്ട് വിഭജിക്കുന്ന പ്രോസസ്സിനെയാണ് ബൈനറി ഫിഷൻ. ബൈനറി, ബൈ മീൻസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് മാറുന്ന പ്രോസസ്സിനെയാണ് ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. അമീബ, പാരമീസിയം തുടങ്ങിയ ചെറിയ ഓർഗാനിസംസ് ഞാനിവിടെ ഉദ്ദേശിച്ചത് ലോവർ ഡിവിഷൻ ഓർഗാനിസംസിൽ കാണപ്പെടുന്ന അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഈ ജിഫിനകത്ത് കാണാൻ സാധിക്കും. ആദ്യം ഒരു പാരന്റ്, തുടക്കത്തിൽ നമുക്ക് നോക്കാം. ഒരു പാരന്റ് സെൽ ഉണ്ടായിരുന്നു, പാരമീസിയൻ സെൽ. അതിന്റെ സൈറ്റോപ്ലാസം പതുക്കെ ഡിവൈഡ് ചെയ്യുന്നു, അതിന്റെ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്നു. അത് രണ്ടും ഓരോ ഇൻഡിവിജ്വൽ സെൽസ് ആയിട്ട്, ഓരോ ഇൻഡിവിജ്വൽ പാരമീസിയമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതാണ് ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. ഒരു പാരന്റ് സെല്ല് രണ്ട് ഡോട്ടർ സെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. ഈ ബൈനറി ഫിഷൻ എന്ന് പറയുന്നത് കിങ്ഡം മൊണീറ ആൻഡ് പ്രോട്ടിസ്റ്റയിൽ സാധാരണ കാണപ്പെടാറുള്ള അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡാണ്. ബൈനറി ഫിഷൻ പോലെ തന്നെ മറ്റൊരു തരത്തിൽ കാണപ്പെടുന്ന അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡാണ് മൾട്ടിപ്പിൾ ഫിഷൻ. എന്താണ് മൾട്ടിപ്പിൾ ഫിഷൻ? ബൈനറി ഫിഷനകത്ത് ഞാൻ പറഞ്ഞു ഒരു പാരന്റ് സെല്ല് രണ്ട് ഡോട്ടർ സെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നാൽ മൾട്ടിപ്പിൾ ഫിഷനകത്ത് മോർ ദാൻ 2 ഡോട്ടർ സെൽസ്. അവിടെ ഈസ് എ പ്രോസസ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ വിച്ച്
Instead of 2 daughter cells, many daughter cells are produced from the parent cell. ഇതാണ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ്. ബൈനറി ഫിഷനകത്ത് 2 ഡോട്ടർ സെൽസ് ആണെങ്കിൽ ഇവിടെ മെനി ഡോട്ടർ സെൽസ് ആണ്. 2ൽ കൂടുതൽ ഡോട്ടർ സെൽസ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കാം. The nucleus undergoes repeated division to produce large number of nuclei. Each nucleus, along with little bit of cytoplasm, forms a membrane around it. ആദ്യം അവിടെ നടക്കുന്നത് ന്യൂക്ലിയർ ഡിവിഷൻ ആണ്. മദർ ന്യൂക്ലിയസ് കുഞ്ഞു കുഞ്ഞു ന്യൂക്ലിയ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓരോ ന്യൂക്ലിയയുടെ ചുറ്റും സൈറ്റോപ്ലാസം ഒരു ലെയർ ഫോം ചെയ്ത് ഓരോ ഡോട്ടർ സെൽസ് ആയിട്ട് മാറും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, all daughter cells are equal sized and similar. ഇപ്പോൾ സാധാരണഗതിയിൽ മൾട്ടിപ്പിൾ ഫിഷൻ കാണിക്കാറുള്ള ഓർഗാനിസംസ് ആണ് പ്ലാസ്മോഡിയം, മെക്സോമൈസെറ്റ്സ് എല്ലാം ഈ തരത്തിലുള്ള മൾട്ടിപ്പിൾ ഫിഷനിലൂടെയാണ് അതിന്റെ പ്രത്യുൽപാദനം നടത്തുന്നത്. ഇപ്പോൾ ഇത് ഞാൻ അമീബ കാണിക്കുന്ന 2 തരത്തിലുള്ള ഫിഷൻ എക്സാമ്പിൾസ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അമീബ ബൈനറി ഫിഷനും കാണിക്കാറുണ്ട്, മൾട്ടിപ്പിൾ ഫിഷനും കാണിക്കാറുണ്ട്. ബൈനറി ഫിഷിനകത്ത് പറയുകയാണെങ്കിൽ ഒരു പാരന്റ് സെല്ലിൽ നിന്ന് 2 ഡോട്ടർ സെൽസ് ഫോം ചെയ്യുന്നു. ആ ഓരോ ഡോട്ടർ സെൽസും ഓരോ ഇൻഡിവിജ്വൽ അമീബയായിട്ട് മാറും. മൾട്ടിപ്പിൾ ഫിഷൻ ആണെങ്കിലോ അവിടെ ന്യൂക്ലിയർ ഡിവിഷൻ നടക്കുന്നു. അതിനകത്ത് ആ ന്യൂക്ലിയസ് n നമ്പർ ഓഫ് ന്യൂക്ലിയസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, കുഞ്ഞു കുഞ്ഞു ന്യൂക്ലിയ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അവയ്ക്ക് ചുറ്റും സൈറ്റോപ്ലാസം ഓരോ മെംബ്രെയിൻ ഫോം ചെയ്ത് അത് ഓരോ ഡോട്ടർ സെൽസും ഓരോ പുതിയ അമീബയായിട്ട് മാറും. ഇതാണ് നടക്കുന്ന ഒരു കമ്പാരിസൺ. നമുക്ക് ഈ ഒരു ഫിഗറിനകത്ത് നിന്ന് തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും എന്താണ് ബൈനറി ഫിഷൻ എന്നും എന്താണ് മൾട്ടിപ്പിൾ ഫിഷൻ. ഒരു ഫുള്ളി ഗ്രോൺ അമീബയുടെ എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മളിത് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. മൾട്ടിപ്പിൾ ഫിഷിനെ പറ്റി നമ്മൾ പറയുമ്പോൾ അതിനകത്ത് 2 ടേംസിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം, എൻസിസ്റ്റേഷൻ ആൻഡ് സ്പോറിലേഷൻ. എന്താണ് എൻസിസ്റ്റേഷൻ ആൻഡ് എന്താണ് സ്പോറിലേഷൻ? അൺഫേവറബിൾ കണ്ടീഷൻസ് വരുന്ന സാഹചര്യത്തിൽ, ഇപ്പോൾ അമീബ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അമീബ എക്സാമ്പിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അൺഫേവറബിൾ സിറ്റുവേഷൻസിൽ അത് എക്സ്പോസ്ഡ് ആകുമ്പോൾ അതൊരു സിസ്റ്റ് ആയിട്ട് ഫോം ചെയ്യും. അവിടെ സംഭവിക്കുന്ന പ്രോസസ്സുകളാണ് എൻസിസ്റ്റേഷൻ ആൻഡ് സ്പോറിലേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ എൻസിസ്റ്റേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. The process of forming a cyst or becoming enclosed in a capsule. Under unfavorable situations, amoeba withdraws its pseudopodia and secretes 3-layered covering or cyst around it. അമീബ അൺഫേവറബിൾ സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് അതിന്റെ സീഡോപോഡിയയെ അകത്തേക്ക് ഉൾവലിക്കുകയും അതിന് ചുറ്റുമായി 3 ലെയർ ഉള്ള ഒരു സിസ്റ്റ് ഫോം ചെയ്യുകയും ചെയ്യും. എന്നിട്ട് അതിനകത്തായിരിക്കും അത് ഫേവറബിൾ കണ്ടീഷൻ വരുന്നവരെ സ്പെൻഡ് ചെയ്യുന്നത്. ഈ സമയത്ത് അതിനകത്ത് ഈ നമ്മുടെ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുകയും പുതിയ അമീബ ആയിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ എന്താണ് അത് നമ്മൾ സ്പോറിലേഷനകത്ത് കുറച്ചുകൂടെ വ്യക്തമാണ്. എന്താണ് സ്പോറിലേഷൻ നമുക്ക് നോക്കാം. When favorable conditions returns, the encysted amoeba divides by multiple fission and produces many minute amoeba or pseudopodiospores. എന്ന് പറയുന്ന പേരാണ് pseudopodiospores. അതായത് സിറ്റുവേഷൻ ഫേവറബിൾ ആകുമ്പോൾ ഈ അമീബ എന്ത് ചെയ്യുന്നു, ഇതിനകത്ത് ഈ സിസ്റ്റിനകത്ത് ഇരുന്നുകൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്ത് കുഞ്ഞു കുഞ്ഞ് സ്യൂഡോപോഡിയോസ്പോർസുകളായിട്ട് മാറും. ഈ പോഡിയോസ്പോർസും പുറത്തേക്ക് ലിബറേറ്റ് ചെയ്യുന്നു. അതുവെല്ലാം ഓരോ പുതിയ ഇൻഡിവിജ്വൽസ് ആയിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ മൾട്ടിപ്പിൾ ഫിഷിനകത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട 2 ടേംസ് ആണ് എൻസിസ്റ്റേഷൻ ആൻഡ് സ്പോറിലേഷൻ. എൻസിസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് ഫോമിംഗ് ദാറ്റ് സിസ്റ്റ്, ആ സിസ്റ്റ് ആയിട്ട് മാറുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻസിസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ അകത്ത് ഈ ഫോം ചെയ്തിട്ടുള്ള സ്യൂഡോപോഡിയോസ്പോർസ് പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്പോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ഫിഷൻ എന്താണെന്ന് നോക്കി, ബൈനറി ഫിഷൻ എന്താണെന്ന് നമ്മൾ നോക്കി. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ കേട്ടുകേൾവി നമ്മളെല്ലാം ഭയപ്പെടുന്ന ഒരു കുഞ്ഞൻ ജീവി നമുക്കുണ്ട്, എന്നാണ് കൊറോണ വൈറസ്. അപ്പോൾ വൈറസിനെ നമ്മൾ ഇത്രയും പേടിക്കേണ്ട കാര്യം എന്താണ്, അതിൻ്റെ ഈ മൾട്ടിപ്പിൾ ഡിവിഷനാണ്. അതായത് ഒരു ബോഡിക്കകത്തേക്ക് കയറി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, വളരെ പെട്ടെന്ന് തന്നെ അത് അതിൻ്റെ യങ് വൺസിനെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നു, അത് കീഴ്പ്പെടുത്തുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അതിനകത്ത് സംഭവിക്കുന്ന മൾട്ടിപ്പിൾ ഡിവിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ നമ്മൾ പ്രോട്ടിസ്റ്റയിലും മൊണീറയിലൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ബൈനറി ഫിഷനും മൾട്ടിപ്പിൾ ഫിഷനും എല്ലാം കൊണ്ടുവരുന്നത്. എന്നാൽ അടുത്ത ഒരു കിങ്ഡമാണ് കിങ്ഡം ഫംജൈ. കിങ്ഡം ഫംജൈക്കകത്ത് എങ്ങനെയാണ് അവ പുതിയ തലമുറ ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്ക് നോക്കാം. അതാണ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത്. ഈസ്റ്റ് എന്ന് പറയുന്ന
ഫംഗൈ ആണ്, സിംഗിൾ സെല്ലാണെന്നാണ്. അവിടെ ഈസ്റ്റിനകത്ത് സംഭവിക്കുന്നത് എന്താണെന്ന്, ഈസ്റ്റിനകത്ത് സംഭവിക്കുന്ന അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ബഡ്ഡിങ്. എന്താണ് ബഡ്ഡിങ്? നമ്മൾ കേട്ടിട്ടുള്ള, സ്ഥിരമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു ടേം തന്നെയാണ് ഈ ബഡ്ഡിങ് എന്ന് പറയുന്നത്. ബഡ്ഡിങ് എന്ന് പറയുമ്പോൾ ഈ ഫിഗർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പാരന്റ് ആയിട്ടുള്ള ഈസ്റ്റ് സെല്ലുണ്ട്. ആ ഈസ്റ്റ് സെല്ലിന്റെ പാരന്റ് ബോഡിയിലേക്ക് ഒരു ബഡ് ഫോം ചെയ്യുന്നു. പാരന്റ് സെല്ലിലെ ന്യൂക്ലിയസ് ആ അടുത്തേക്ക് നീങ്ങി പോകുന്നു. അവിടെ വെച്ച് അവിടെ ന്യൂക്ലിയസ് എക്സ്ചേഞ്ച് ചെയ്യുന്നു, സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്ത് എന്താണ് പുതിയൊരു ഈസ്റ്റ് സെല്ലായിട്ട് മാറുന്നത്. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഈ ചിത്രത്തിൽ അത് ക്ലിയർ ആണ്. ഇതൊരു പാരന്റ് ഈസ്റ്റ് ബോഡിയാണ്. ആ പാരന്റ് ഈസ്റ്റ് ബോഡിയോട് ചേർന്ന് ഒരു പുതിയ ബഡ് ഉണ്ടാകുന്നു. ബഡ് പുറത്തേക്ക് ആ ബഡ് വളർന്നു വരുമ്പോൾ തന്നെ പാരന്റ് ബോഡിയിലെ ന്യൂക്ലിയസ് ആ ബഡിനടുത്തേക്ക് നീങ്ങി അവിടെ വെച്ച് ന്യൂക്ലിയർ ഡിവിഷൻ സംഭവിച്ച് രണ്ട് ഇൻഡിവിജ്വൽസ് ആയിട്ടങ്ങ് മാറുന്നു. ഇതാണ് ബഡ്ഡിങ്ങിനകത്ത് സംഭവിക്കുന്നത്. ബഡ്ഡിങ് എന്താണെന്ന് നോക്കാം. The daughter organism arises from the parent body as an outgrowth called bud. ആ ഔട്ട്ഗ്രോത്തിനെ വിളിക്കുന്ന പേരാണ് ബഡ് എന്ന് പറയുന്നത്. ആ ബഡ് പാരന്റ് ബോഡിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് പുതിയൊരു ഓർഗാനിസമായിട്ട് മാറും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ ഫംഗൈൽ, അതായത് ഈസ്റ്റിലാണെങ്കിലും ഹൈഡ്രയിലും ഒക്കെ കാണപ്പെടുന്ന ഒരു തരത്തിലുള്ള അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ് ഈ ബഡ്ഡിങ് എന്ന് പറയുന്നത്. ഹൈഡ്രയിലാണെങ്കിലും ഈസ്റ്റിലും ആണെങ്കിലും ആ ബഡ് എക്സ്റ്റേണലി ആണ് ഫോം ചെയ്യുന്നത്. അതായത് പാരന്റ് ബോഡിയുടെ ശരീരത്തിന് പുറത്താണ് ബഡ്സ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അവയെ എക്സോജീനസ് ബഡ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. എക്സോജീനസ് ബഡ്സ്. മറ്റൊരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ് സ്പോഞ്ചസ്, പോറിഫറ. ഫൈലം പോറിഫറയ്ക്കകത്ത് വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ് സ്പോഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈഡ്രയിലും ഈസ്റ്റിലും എന്താണ് എക്സോജീനസ് ആയിട്ടുള്ള ബഡ്സ് ആണ് ഫോം ചെയ്യുന്നത്. എന്നാൽ സ്പോഞ്ചസിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ സ്പോഞ്ചസിൽ എന്താണെന്ന് ചോദിച്ചാൽ സ്പോഞ്ച് ബോഡിക്കകത്താണ് ബഡ്സ് ഉണ്ടാകുന്നത്. ഇന്റേണൽ ബഡ്സ് ആണ് അവിടെ ഉണ്ടാകുന്നത്. ഈ ഇന്റേണൽ ബഡ്സിന്റെ സഹായത്തോടു കൂടിയാണ് പുതിയ തലമുറയെ സ്പോഞ്ചസ് ഉത്പാദിപ്പിക്കുന്നത്. ഈ ഇന്റേണൽ ബഡ്സിനെ വിളിക്കുന്ന പേരാണ് ഗമ്മ്യൂൾസ്. ഗമ്മ്യൂൾസ് എന്ന് പറയും. ഗമ്മ്യൂൾസ് ആണ് സ്പോഞ്ചസിന്റെ ബോഡിക്കകത്ത് ഫോം ചെയ്യുന്ന ബഡ്സിനെ വിളിക്കുന്ന പേര്. ഈ ഓരോ ഗമ്മ്യൂൾസ് ഇത് പുറത്തേക്ക് എന്താണ് റിലീസ് ചെയ്യും. ഗമ്മ്യൂൾസ് ഇതിനകത്താണ്. ഈ ഗമ്മ്യൂൾസ് ഇതിന് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു. ഓരോ പുതിയ ഇൻഡിവിജ്വൽ ആയിട്ട് അവ മാറും. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഇനി നമ്മൾ ഹൈഡ്രയുടെ ഒരു തരത്തിലുള്ള അസെക്ഷുവൽ റീപ്രൊഡക്ഷനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. ഏതാണ്? ബഡ്ഡിങ്. എന്നാൽ ഹൈഡ്ര കാണിക്കുന്ന മറ്റൊരു അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെത്തേഡാണ് ഫ്രാഗ്മെന്റേഷൻ. ബഡ്ഡിങ് എന്താണെന്ന് നമ്മൾ നോക്കി. രണ്ടാമത്തെ തരത്തിലുള്ള അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെത്തേഡാണ് ഫ്രാഗ്മെന്റേഷൻ. എന്താണ് ഫ്രാഗ്മെന്റേഷൻ? ഫ്രാഗ്മെന്റേഷൻ നമുക്കറിയാം എന്താണ്. പൊടിഞ്ഞു പോവുക, ബോഡി പൊടിഞ്ഞു പോകുന്നതിനാണ് ഫ്രാഗ്മെന്റേഷൻ. ഫ്രാഗ്മെന്റ്സ് ആകുക എന്ന് പറഞ്ഞാൽ കഷ്ണങ്ങളാകുക എന്നുള്ളത്. അപ്പോൾ ആ ഓരോ കഷ്ണങ്ങളിൽ നിന്ന് ഓരോ പുതിയ ഇൻഡിവിജ്വൽസ് ഉണ്ടായി വരുന്നു. അതാണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്ന അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെത്തേഡ്. ഇവിടെ the body breaks into distinct pieces. From each fragments new organisms are formed. ഓരോ ഫ്രാഗ്മെന്റ്സിൽ നിന്നും എന്താണ് ഓരോ പുതിയ ഓർഗാനിസംസ് അവിടെ ഉണ്ടാകും. അപ്പോൾ ഈ ഫിഗർ നോക്കി. എന്താണ്? ഒരു പാരന്റ് ഹൈഡ്ര ഉണ്ട്. ആ പാരന്റ് ഹൈഡ്രയെ 3 കഷ്ണങ്ങളാക്കി മുറിച്ചു. ഓരോ കഷ്ണങ്ങളും ഓരോ ഹൈഡ്ര ആയിട്ട് റീജനറേറ്റ് ചെയ്ത് വരും ചെയ്യുന്നു. പാരന്റ് ഹൈഡ്രയിൽ നിന്ന് 3 കഷ്ണങ്ങളായിട്ട് തന്നെ ബ്രോക്കൺ ചെയ്തു. ആ ഓരോ ബ്രോക്കൺ പീസസും ഓരോ ഡോട്ടർ ഹൈഡ്രാസ് ആയിട്ട് മാറും. ഇതാണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്ന വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ മെത്തേഡ്. അടുത്ത് നമുക്ക് നോക്കാം ആൽഗെ ആൻഡ് ഫംഗൈ. ആൽഗെ ഫംഗൈയിൽ നമ്മൾ ഈസ്റ്റിന്റെ കാര്യം നമ്മൾ പഠിച്ചു. ഈസ്റ്റ് എന്താണ്? ബഡ്ഡിങ് എന്ന് പറയുന്ന അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെത്തേഡാണ് സാധാരണ ഫോളോ ചെയ്യുന്നത്. എന്നാൽ ലോവർ പ്ലാന്റ് ഗ്രൂപ്പിൽ വരുന്ന ആൽഗയും ഫംഗയും കാണിക്കുന്ന മറ്റൊരു അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെത്തേഡാണ് സൂസ്പോർസ്. സൂസ്പോർസ് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് സൂസ്പോർസ്? ലോവർ ഡിവിഷൻ പ്ലാന്റ് ആയ ആൽഗേസും ഫംഗയും കോമൺ ആയിട്ട് കാണിക്കുന്ന ഒരു അല്ലെങ്കിൽ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ മെത്തേഡാണ് പ്രൊഡക്ഷൻ ഓഫ് സൂസ്പോർസ് എന്ന് പറയുന്നത്. ഇത് പ്ലാമിഡോമോണാസിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ആൽഗയും ഫംഗയും അസെക്ഷുവൽ സ്പോർസ് പ്രൊഡ്യൂസ്.
ഈ അസെക്ഷൽ സ്പോർസിന്റെ പ്രത്യേകത ദേ ആർ മൊട്ടൈൽ, അവയ്ക്ക് സഞ്ചരിക്കാനായിട്ട് സാധിക്കും. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അതിന്റെ ഈ ടെന്റക്കിൾസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും, മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് സൂസ്പോർസിന്റെ പ്രത്യേകത. സൂസ്പോർസ് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള അസെക്ഷൽ സ്പോർസിനെ വിളിക്കുന്ന പേരാണ് സൂസ്പോർസ്. ഈ സൂസ്പോർസിന്റെ പ്രത്യേകതയാണ് അവയ്ക്ക് സഞ്ചരിക്കാനായിട്ട് സാധിക്കുന്നത്. ദേ ക്യാൻ മൂവ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അവയ്ക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആൽഗയിലും ഫംഗയിലും കാണപ്പെടുന്ന അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡിലെ ഒരു മെത്തേഡാണ് പ്രൊഡക്ഷൻ ഓഫ് സൂസ്പോർസ്. സൂസ്പോർസ് എന്ന് പറഞ്ഞാൽ അസെക്ഷൽ സ്പോർസ് ആണ്. അവ മൈക്രോസ്കോപ്പിക് ആണ്. മാത്രമല്ല അവയുടെ ഏറ്റവും വലിയ പ്രത്യേകത they can move from one place to another by lashing its tentacles in the medium. മീഡിയത്തിൽ ആ ടെന്റക്കിൾസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും, അവയ്ക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊരു ഫംഗൈ ഗ്രൂപ്പാണ് പെൻസിലിയം എന്ന് പറയുന്നത്. പെൻസിലിയത്തിനകത്ത് കാണപ്പെടുന്ന അസെക്ഷൽ റീപ്രൊഡക്ഷനെ സഹായിക്കുന്ന സ്പോർസ് ആണ് കൊണീഡിയ എന്ന് പറയുന്നത്. കൊണീഡിയ ആർ എക്സോജീനസ് സ്പോർസ് produced on the special mycelium called conidiophores. conidiophores എന്ന് പറയുന്ന സ്പെഷ്യൽ മൈസീലിയം, അതായത് ഈ കാണുന്നതാണ് കൊണീഡിയോഫോർ എന്ന് പറയുന്നത്. ഈ കൊണീഡിയോഫോറിൽ കാണപ്പെടുന്ന ഈ ബൾബ് പോലത്തെ സ്ട്രക്ചേഴ്സ് കണ്ടോ, ഈ ബൾബ് പോലത്തുള്ള എക്സോജീനസ് ആയിട്ടുള്ള ഈ സ്പോർസിനെയാണ് എന്ത് പറയുന്നത്, കൊണീഡിയ എന്ന് പറയുന്നത്. പെൻസിലിയം ഗ്രൂപ്പിലാണ് സാധാരണ ഈ തരത്തിലുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡ് കാണിക്കാറുള്ളത്. അപ്പോൾ ഇതാണ് കൊണീഡിയോഫോർ എന്ന് പറയുന്ന സ്പെഷ്യൽ മൈസീലിയം. ആ കൊണീഡിയോഫോറിന് മുകളിലായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഇവയാണ് എന്ത് പറയുന്നത്, കൊണീഡിയ എന്ന് പറയും. ഈ കൊണീഡിയ ആണ് എക്സോജിനസ് സ്പോർസ് ആണ്. ഇവ പൊട്ടിയാണ് പുതിയ പെൻസിലിയം മൈസീലിയംസ് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ സാധാരണ ലോവർ ആയിട്ടുള്ള ഓർഗാനിസംസിൽ കാണപ്പെടുന്ന റീപ്രൊഡക്ഷൻ മെത്തേഡ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡ്സിനെ പറ്റിയാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇതല്ലാതെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. ഈ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നതും ഒരു തരത്തിലുള്ള അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഇവിടെ ഒരു പാരന്റേ ഉള്ളൂ. ഫീമെയിൽ പാരന്റ് എന്നോ മെയിൽ പാരന്റ് എന്നോ ക്ലാസിഫിക്കേഷൻ ഒന്നുമില്ല. ഒരു പാരന്റ് പ്ലാന്റ് കാണും, ആ പ്ലാന്റിൽ നിന്ന് പുതിയൊരു പ്ലാന്റ് ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പോൾ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ സാധാരണ കാണപ്പെടുന്നത് പ്ലാന്റേ കിങ്ഡം പ്ലാന്റിലെ ഡെവലപ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സിലാണ് ഈ തരത്തിലുള്ള റീപ്രൊഡക്ഷൻ കാണപ്പെടാറുള്ളത്. എല്ലാ പ്ലാന്റ്സിലും അല്ല, കുറച്ച് ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സിൽ കാണപ്പെടുന്ന അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, കായിക പ്രത്യുൽപാദനം എന്നതിനെ പറയുന്നത്. അപ്പൊ അതിൽ ആദ്യത്തെ നമുക്ക് നോക്കാം, റണ്ണർ. റണ്ണർ എന്ന് പറയുന്നത് ഒരു വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ മെത്തേഡാണ്. ഈ ഫിഗറിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു മിന്റ് ആണ്, പെപ്പർ മിന്റിന്റെ ഒരു ഫിഗറാണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കി, ഒരു പാരന്റ് പ്ലാന്റ് ഇവിടെ നിൽക്കുന്നുണ്ട്. അതിന്റെ ഒരു ഷൂട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു സ്റ്റെം ബെൻഡ് ചെയ്ത് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നു, അവിടെ റൂട്ട്സ് ഉണ്ടാകും. ആ റൂട്ട്സിലൂടെ പുതിയൊരു പ്ലാന്റ് ആയിട്ട് ഇത് മാറും. എഗെയിൻ ഈ പ്രോസസ്സ് എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു. അതായത് അടുത്തൊരു സ്റ്റെം അല്ലെങ്കിൽ അതിന്റെ ഒരു തണ്ട് എന്ന് പറയുന്ന പോർഷൻ എന്ത് ചെയ്യുന്നു, വീണ്ടും വളരുന്നു, അത് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നു. ആ ടച്ച് ചെയ്യുന്ന പോർഷനിൽ എന്താണ്, നമുക്ക് റൂട്ട്സ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു. ആ റൂട്ട്സിന്റെ സഹായത്തോടു കൂടി അത് എന്ത് ചെയ്യുന്നു, പുതിയൊരു പ്ലാന്റ് ആയിട്ട് മാറും. റണ്ണേഴ്സ് ഇതിങ്ങനെ ഓടി നടക്കുന്നത് കൊണ്ടാണ് ഇവിടെ കണ്ടത്, 1, 2, 3 ഇങ്ങനെ സോ ഓൺ അങ്ങനെ നീണ്ടു പോകും. അപ്പോൾ അത് ഓടി നടക്കുന്നത് പോലെ നമുക്ക് തോന്നും. അതുകൊണ്ടാണ് അതിനെ റണ്ണർ എന്ന പേര് വരാൻ. അപ്പോൾ റണ്ണേഴ്സ്, ഓൾസോ നോൺ ആസ് സ്റ്റോൺ, ആർ മോഡിഫൈഡ് സ്റ്റെംസ് that grow from existing stems just below the soil surface. എക്സിസ്റ്റിംഗ് സ്റ്റെമ്മിൽ നിന്ന് പുതിയൊരു പ്ലാന്റ് ആയിട്ട് മാറുന്നതിനെയാണ് റണ്ണർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പെപ്പർമിന്റ്. പെപ്പർമിന്റിലൊക്കെ കാണുന്ന ഒരു വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ മെത്തേഡാണ് ഈ റണ്ണർ എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് എന്താണ് നോക്കാം, റൈസോം. നമ്മുടെ ഇഞ്ചി, കോമൺ ആയിട്ടുള്ള ജിഞ്ചർ കാണപ്പെടുന്ന ഒരു വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ മെത്തേഡാണ് റൈസോം എന്ന് പറയുന്നത്. Rhizomes are also known as root stems. It is a type of plant stem situated either at the soil surface or underground that contains nodes from which roots, shoots originate. അപ്പോൾ ഇവിടെ നോക്കി, ഇതൊരു ജിഞ്ചർ ആണ്, ജിഞ്ചറിന്റെ പീസ് ആണ്. അതിന്റെ ഒരു സ്റ്റെം പോർഷൻ, ആ സ്റ്റെം പോർഷൻ ചിലപ്പോൾ
ഗ്രൗണ്ടിന് തൊട്ട് മുകളിലായിരിക്കും അല്ലെങ്കിൽ ഗ്രൗണ്ടിന് താഴെയായിരിക്കും. മണ്ണുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ആ പോർഷനിൽ എന്തുണ്ടാകുന്നു? വേരുകൾ ഉണ്ടാകുന്നു. ആ വേരുണ്ടാകുന്ന ആ ഒരു പോർഷനിൽ നിന്ന് എന്തുണ്ടാകുന്നു? പുതിയൊരു ലീഫും ഫ്ലവറും ഒക്കെ ഉണ്ടാകും. ഷൂട്ടും ഫ്ലവറും ഒക്കെ ഒറിജിനേറ്റ് ചെയ്ത് വരുന്നു, റൂട്ട്സും. അപ്പൊ ആ ഒരു ഇതിനെയാണ് റൈസോം എന്ന് പറയുന്നത്. റൈസോം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് പ്ലാന്റ് സ്റ്റെം സിറ്റുവേറ്റഡ് എയ്തർ അറ്റ് ദ സോയിൽ സർഫസ്, മണ്ണിന്റെ പ്രതലത്തിലോ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ടിലോ ആയിരിക്കും അത് കാണപ്പെടുന്നത്. അവയിൽ നിന്ന് പുതിയ ഒരു ഷൂട്ടും റൂട്ട് സിസ്റ്റവും ഒക്കെ ഡെവലപ്പ് ചെയ്ത് പുറത്തേക്ക്. സാധാരണ ജിഞ്ചറിലാണ് ഈ റൈസോം എന്ന് പറയുന്ന ഇത് കാണപ്പെടുന്നത്, ജിഞ്ചർ. അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ സഹായിക്കുന്ന എക്സാമ്പിൾസ് ആണ് നമ്മൾ ഈ പറയുന്നത് ട്യൂബേഴ്സ്. ട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ പൊട്ടറ്റോസ് ആണ് അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത്. ദേ ആർ ഫ്ലഷി അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് സ്ട്രക്ചേഴ്സ് കമ്പോസ്ഡ് ഓഫ് എൻലാർജ്ഡ് പാർട്സ് ഓഫ് ദ സ്റ്റെം. പൊട്ടറ്റോയുടെ സ്റ്റെം ആണ്. അതെന്താണ്? അവിടെ ഫുഡ് സ്റ്റോർ ചെയ്ത് അതൊരു സ്റ്റോറേജ് ഏരിയ ആയിട്ട് മാറും. ആ സ്റ്റോറേജ് ഏരിയയിൽ എന്ത് കാണപ്പെടും? സ്കെയിൽ ലീവ്സ് കാണപ്പെടും. ആ സ്കെയിൽ ലീവ്സിന്റെ സഹായം, അതായത് അതൊരു എന്താണ്, ഒരു പുതിയൊരു ജെർമിനേറ്റിംഗ് ഏരിയ ആയിട്ട് മാറും. ആ സ്കെയിൽ ലീവ്സ് കാണപ്പെടുന്നത് ഈ ട്യൂബർ ഫങ്ഷൻസ് ഇൻ അസെക്ഷൽ പ്രൊപ്പഗേഷൻ as a result of tiny scale leaves equipped with buds that grow on its surface. Scale leaves ഉണ്ടാകുന്ന സ്ഥലത്ത് അതൊരു ബഡായിട്ട് മാറുകയും ആ ബഡിൽ നിന്ന് പുതിയ ചെടി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും. അതാണ് ട്യൂബേഴ്സിനകത്ത് സംഭവിക്കുന്നത്. ട്യൂബർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫുഡ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന ആ സ്റ്റോറേജ് സ്പേസ് ആണ്, അത് സ്റ്റെമ്മിന്റെ ഒരു പാർട്ടാണ്. അപ്പൊ അതെന്താണ്, അവിടെ സ്കെയിൽ ലീവ്സും അതൊരു ബഡായിട്ട് മാറുകയും ആ പോർഷനിൽ നിന്ന് പുതിയൊരു ചെടി പുറത്തേക്ക് വരികയും ചെയ്യുന്നു. ഇതാണ് ട്യൂബറിലൂടെ നടക്കുന്ന വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. നമുക്കെല്ലാം കോമൺ ആയിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത് തന്നെയാണ് ബൾബ്സ്. ഒനിയൻസ് ആണ് അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത്. ഈ ഫിഗർ വെച്ച് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമുക്കറിയാം റെഡ്യൂസ്ഡ് സ്റ്റെമ്മിന് എക്സാമ്പിൾ ആണ് ഒനിയൻ എന്ന് പറയുന്നത്. ഇതാണ് റെഡ്യൂസ്ഡ് സ്റ്റെം. ഈ പോർഷനിലായിരിക്കും അതിന്റെ റെഡ്യൂസ്ഡ് ഡിസ്ക് ഷേപ്പിലുള്ള സ്റ്റെം ആയിരിക്കും, റെഡ്യൂസ്ഡ് സ്റ്റെം ആയിരിക്കും. അതിന്റെ മുകളിലായിട്ട് ലീവ്സ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, ബൾബിന്റെ ഷേപ്പിലായിരിക്കും. ആ റെഡ്യൂസ്ഡ് സ്റ്റെമ്മിൽ എന്തുണ്ടാവുന്നു? പുതിയ ഓരോ ബൾബുകൾ ഉണ്ടാവുന്നു. ആ ഓരോ ബൾബും ഓരോ പുതിയ ചെടിയായിട്ടാണ്. ഇതാണ് ബൾബിലൂടെ നടക്കുന്ന വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. ബൾബ്സ് ആർ ഷോർട്ടൻഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് സ്ട്രക്ചേഴ്സ്. They are stems that are enclosed with fleshy concentric layered leaves. Bulbs produce smaller buds which appear between the layers of parent bulb. അപ്പോൾ ഈ ഫിഗറിനകത്ത് ഇതാണ് പാരന്റ് ബൾബ്. ആ പാരന്റ് ബൾബിന് അടുത്തായിട്ട് കാണപ്പെടുന്ന ഈ ലാറ്ററൽ ബൾബ്സ് ആണ് സാധാരണ കുഞ്ഞു ബൾബ്സ് ആണ്. ഈ ഓരോ ബൾബും എന്തായിട്ട് മാറും? ഓരോ പുതിയ ചെടികളായിട്ട് മാറും. As the mature plant gets to end of its life, the lateral bud develops into a smaller bulb and attaches to the base of the parent bulb. The new bulb can be separated and parent bulbന്റെ ലൈഫ് സ്പാൻ അവസാനിക്കുന്ന സമയം ആകുമ്പോഴത്തേക്കും ഇതിന്റെ ഓരോ ഇൻഡിവിജ്വൽസ് ആയിട്ട് അത് മാറുകയാണ് ചെയ്യുന്നത്. അടുത്തൊരു വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്ന മറ്റൊരു മാർഗമാണ് ഓഫ്സെറ്റ്സ്. നമ്മുടെ കുളവാഴ എന്ന് പറയുന്ന ചെടിയിൽ കാണപ്പെടുന്നത് ഈ രീതിയിലുള്ള പ്രത്യുൽപാദനമാണ്. An offset is a thick runner-like branch which produces a new plant at its tip. The offsets grow in all directions from the main stem of the parent. ഫിഗർ നോക്കി, ഇതൊരു പാരന്റ് പ്ലാന്റ് ആണ്. ഈ പാരന്റ് പ്ലാന്റിൽ നിന്ന് തിക്കായിട്ടുള്ള ഒരു സ്റ്റെമ്മ് അതിന്റെ രണ്ട് വശങ്ങളിലേക്ക്, രണ്ടെന്നല്ല എല്ലാ വശങ്ങളിലേക്കും അത് പ്രൊഡ്യൂസ് ചെയ്യും. അതിന്റെ ടിപ്പിൽ നിന്ന് പുതിയൊരു പ്ലാന്റ് ഉണ്ടാകുന്നു. ആ പ്ലാന്റിൽ നിന്ന് അടുത്ത തിക് സ്റ്റെം അത് പുറത്തേക്ക് വിടുന്നു. അതിന്റെ ടിപ്പിൽ നിന്ന് പുതിയൊരു പ്ലാന്റ് ഉണ്ടാകും. ഇതാണ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. റണ്ണർ പോലെ തന്നെയാണ്. റണ്ണറിൽ മണ്ണിൽ ടച്ച് ചെയ്യുന്നു, അവിടെ നിന്ന് വേര് ഉത്പാദിപ്പിക്കുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആ ഒരു തിക് സ്റ്റെമ്മിന്റെ ടിപ്പിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? പുതിയ പ്ലാന്റ് ഉണ്ടാകുന്നത്. ഇതാണ് ഓഫ്സെറ്റ്സ് എന്ന് പറയുന്നത്. അടുത്ത എക്സാമ്പിൾ ആണ് ലീഫ് ബഡ്സ്. ബ്രയോഫില്ലം നമ്മൾ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ബ്രയോഫില്ലം ഇവിടെ എന്താണ്? ലീഫിന്റെ ടിപ്പിൽ നിന്ന് ഓരോ പുതിയ പ്ലാന്റുകൾ ഉണ്ടാകും. അഡ്വെന്റീഷ്യസ് റൂട്ട്സ് ഉണ്ടാകുന്നു. അഡ്വെന്റീഷ്യസ് റൂട്ട്സിൽ നിന്ന് അതിനെ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഓരോ പുതിയ ചെടികളായിട്ട്
മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. ദിസ് ഈസ് എ ഫോം ഓഫ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ വിച്ച് ന്യൂ പ്ലാന്റ്സ് ഗ്രോ ഫ്രം ദ ബഡ്സ് ഗ്രോയിങ് ഓൺ ദ മാർജിൻ ഓഫ് ലീവ്സ്. ലീഫിന്റെ മാർജിനിൽ ഉണ്ടാകുന്ന ഈ ബഡുകൾ കണ്ടോ, ഇവിടെ ലീഫ് മാർജിൻസിൽ ഓരോ ബഡുകളുണ്ട്. ആ ബഡിനെല്ലാം തന്നെ അഡ്വന്റീഷ്യസ് റൂട്ട്സ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓരോ ബഡിനെയും ഓരോ ചെടികളായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. These buds are reproductive in nature and when they fall on the ground they germinate and form a new plant. ഈ ലീഫിൽ നിന്ന് കൊഴിഞ്ഞ് ഈ ബഡുകൾ താഴേക്ക് വീഴുന്നു. താഴേക്ക് വീഴുന്നതിന് വേരുകൾ ഉള്ളത് കൊണ്ട് അതെന്ത് ചെയ്യും, പുതിയ ചെടിയായിട്ട് മാറും. ഇതാണ് ലീഫ് ബഡ്സ്. ബ്രയോഫില്ലമാണ് എക്സാമ്പിൾ. ഇപ്പൊ ലീഫ് മാർജിനിൽ ഓരോ ബഡുകൾ ഉണ്ടാകുന്നു. ആ ബഡുകൾ ആ ഇലയിൽ നിന്ന് കൊഴിഞ്ഞ് താഴേക്ക് വീഴുമ്പോൾ അത് ഓരോ പുതിയ ചെടികളായിട്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് എന്താണെന്ന് നമുക്കൊന്ന് റിവ്യൂ ചെയ്യാം. ഓർഗാനിസംസിൽ കാണപ്പെടുന്ന അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെത്തേഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കിങ്ഡം പ്രോട്ടിസ്റ്റ, മൊണീറ, ഫംഗൈ, പ്ലാന്റയിൽ തന്നെയുള്ള ചെറിയ ഓർഗാനിസംസ് അല്ലെങ്കിൽ ചെറിയ പ്ലാന്റ് ഗ്രൂപ്പ്സ് ആയ ആൽഗെ, ദെൻ ഇതിൽ നടക്കുന്ന അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെത്തേഡ്സ്, ദെൻ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്താണെന്ന് നമ്മൾ നോക്കി. അത് ഹയർ പ്ലാന്റ്സിലാണ് സാധാരണ കാണപ്പെടാറുള്ളത്. എന്താണെന്ന് നമ്മൾ നോക്കി. ലൈഫ് സ്പാൻ എന്താണെന്ന് നമ്മൾ നോക്കി. എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നുള്ള ഡെഫിനേഷൻ നമ്മൾ നോക്കി. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഡെഫിനേഷൻ എന്താണെന്ന് നമ്മൾ നോക്കി. ലൈഫ് സ്പാനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ലെസണിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ വിശദാംശങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ലെക്ചറിൽ കാണാം. എല്ലാവർക്കും നന്ദി.